വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ നമ്മുടെ ഈ വരുന്ന മാർച്ച് 17-ാം തീയതി മാത്തമാറ്റിക്സിന്റെ എക്സാം എഴുതാൻ പോവുകയാണ്. ഫുൾ സപ്പോർട്ട് ആയിട്ടുണ്ടാവും. വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്കറിയാം, നോമ്പൊക്കെ നോറ്റിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ടീച്ചേഴ്സും നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. സോ അതിന്റെ റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയഭാഗത്ത് നിന്ന് വന്ന കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറച്ചൊരു ലെങ്തി ആയുള്ള വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ ദിവസം നമുക്കൊരു ഗോൾഡൻ ചാൻസ് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ സെറ്റ് അല്ലേ സൈലത്തിന്റെ കൂടെ പഠിക്കാൻ? സോ ഏറ്റവും ആദ്യം തന്നെ ഞാൻ കടക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഓരോ ഇക്വേഷൻസും ആണ്. സോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഓരോ ലെറ്റേഴ്സുമാണ്. മക്കളെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള 5 ലെറ്റേഴ്സ് ആണ് ഈ കാണുന്നത്. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് അഥവാ ആദ്യ പദമാണ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഇതിനെ നമ്മൾ x1 എന്നും ചില സമയത്ത് നമ്മൾ T1 എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് x1ഉം f-ഉം ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. രണ്ടാമത്തേത് D അഥവാ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയും. കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. xn എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പേരുകളുണ്ട്. ഒന്ന് nth ടേം അഥവാ എന്നാം പദം. അപ്പൊ നിങ്ങളുടെ എന്നാം പദം കാണാൻ പറഞ്ഞാലും ലാസ്റ്റ് ടേം അഥവാ അവസാന പദം എഴുതി വെച്ചോളൂ. ലാസ്റ്റ് ടേം അഥവാ അവസാന പദം ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവസാന പദം. അതായത് ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രീതി, ബീജഗണിത രൂപം. മലയാളം മീഡിയക്കാർ എഴുതി വെക്കുക, ബീജഗണിത രൂപം. അടുത്തത് ജനറൽ ഫോം അഥവാ പൊതുരൂപം. ഇതെല്ലാം ഒരാളാണ്. ആരാണ്? xn ആണ്. ഈ 4 എണ്ണം ഒരാളാണ്. നിങ്ങളെ വീട്ടിൽ നിങ്ങളൊരു പേര് വിളിക്കും, സ്കൂളിൽ ഒരു പേര് വിളിക്കും, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് വേറൊരു പേര് വിളിക്കും. പക്ഷെ എല്ലാവരും നിങ്ങൾ തന്നെയല്ല. അതേപോലെ ഈ കാണുന്ന എല്ലാം ഒരേ ആളാണ്, xn. ഈ കാണുന്ന ഏത് ചോദ്യം വന്നാലും, ചോദ്യത്തിൽ ഏത് വന്നാലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് xn ആണ്. പിന്നെ sn, ആദ്യത്തെ n പദങ്ങളുടെ തുക, സം അഥവാ തുകയാണ്. ആൻഡ് n, മക്കളെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ അഥവാ അവസാന പദത്തിന്റെ സ്ഥാനം. ഫോർ എക്സാമ്പിൾ 2, 5, 8 എക്സെട്ര 101. ഈ കാണുന്ന 101 എന്ന് പറഞ്ഞത് എത്രാമത്തെ പദമാണ്? എത്രാമത്തെ പദം എന്ന് ചോദിച്ചാലും ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, ആകെ പദങ്ങളുടെ എണ്ണം, ഇത് രണ്ടും ഒന്നാണ്. ആകെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും അവസാന പദത്തിന്റെ പൊസിഷൻ അഥവാ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സോ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഈ ഫോർമുല ഷീറ്റ് നിങ്ങൾ തരികയാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻസ് ആണ്. 2 ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. 2 ഇക്വേഷൻസ് എഴുതി വെച്ചോളൂ. x2 മൈനസ് x1 അഥവാ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന 2, 5, 8 ഇതില് ഡി കാണാൻ പറഞ്ഞാൽ 5 മൈനസ് 2 കണ്ടാൽ മതി. ഓക്കെ, അടുത്തത് ടി ഡി ബൈ പി ഡി എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് നിങ്ങൾക്ക് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 32ഉം 20ാം പദം 62 ആണ് തരും. ഓക്കെ, 20ാം പദം 62. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡി എത്രാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടേം ഡിഫറൻസ് 62 മൈനസ് 32 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 62 32 വെച്ചാൽ 30, 30 ബൈ 10 സമം 3 എന്നിട്ട്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എന്തായാലും ചോദ്യം വരും, അതുകൊണ്ട് മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം. ഞാൻ നേരത്തെ പറഞ്ഞു xn-ന് 3 തരത്തിൽ ഇക്വേഷൻ ഉണ്ട്. 3 തരത്തിൽ. അപ്പൊ ഒരുപാട് പേരും ഉണ്ട്, ഒരുപാട് ഇക്വേഷനും ഉണ്ട്. ഏതോ ഒന്ന് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ ചാൻസ് ഉള്ള ഈ ഇക്വേഷൻ ആണ്. ഇതന്നെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. n-ന്റെ കൂടെയുള്ള നമ്പറാണ് ഡി. ഓക്കെ, n-ന്റെ കൂടെയുള്ള നമ്പറാണ് ഡി. അപ്പൊ dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാം. പിന്നെ ഇത് ബീജഗണിത രൂപം ചോദിച്ചാൽ അപ്പൊ ഈ കാല ക്വസ്റ്റിന്റെ ഓൾജിബ്രായിക് ഫോം എന്താന്ന് വെച്ചാൽ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ 3n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3. സോ 3n മൈനസ് 1. ഇതാണ് ഐഡിയ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, n-ന്റെ കൂടെയുള്ള നമ്പറാണ് ഡി. അപ്പൊ ഡി കാണാൻ പുതിയൊരു കാര്യം കൂടിയും കിട്ടി. n-ന്റെ കൂടെയുള്ള നമ്പറാണ് ഡി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഏതായാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആയതുകൊണ്ട്
ഇതാണ് ഞാനിപ്പോ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഏത് പഠിച്ചാലും നോ പ്രോബ്ലം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വരാൻ ചാൻസ് ഉള്ള പദമാണോ അല്ലയോ എന്നൊരു ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ തന്ന അതേ എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. ഇപ്പൊ 2, 5, 8, 11 എക്സെട്ര ഇതിലൊരു പദമാണോ 104 എന്ന് ചോദിച്ചു. 104 ഇതിലൊരു പദമാണോ? അവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഇതിലെ ഏതെങ്കിലും ഒരു പദത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ടേമിനെ നിങ്ങൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 2 × 3 6. ശിഷ്ടം അഥവാ റിമൈൻഡർ 2 കിട്ടും. ഈ 104നെയും ഇതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സെയിം ആൻസറിനെ കിട്ടുകയാണെങ്കിൽ യെസ്, റിമൈൻഡർ 2 ആണ്, ഇത് പദമാണ്, ടേം ആണ്. യെസ്, കറക്റ്റ് ആണ്. എന്നാൽ ഇതേ മോഡൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ചോദ്യത്തെ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാം. xn - x1/d ചെയ്യുമ്പോൾ ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ അത് പദമാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യാം. xn എന്ന് പറഞ്ഞാൽ 104, 104 - x1 2 d എന്ന് പറഞ്ഞാൽ എത്ര? 3. സമം ഇത് ചെയ്യുമ്പോൾ എത്ര കേട്ടാ? 102/3. 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 3 9 1 12. യെസ്, 4 3 12. ശിഷ്ടം 0 കിട്ടി. യെസ്, അതുകൊണ്ട് ഇത് പദമാണ്. യെസ്, റിമൈൻഡർ 0 ആണ്, അതുകൊണ്ട് ഇത് പദമാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഏത് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇതിലേക്ക് +1 എന്നും കൂടി ഇട്ട് കൊടുത്താൽ n എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി. n = xn - x1/d +1 ചെയ്താൽ ഈ സമാന്തര ശ്രേണിയിൽ ആകെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ വേണേൽ ഇതിൽ കാണിച്ചുതരാം. സോ n = ഇത് എന്തായാലും പഠിക്കണം, എന്തായാലും പരീക്ഷ ചോദിക്കും. ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, അല്ലാതെയും ചോദിക്കും. അപ്പൊ n = xn - x1/d +1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, അതിന് കറക്റ്റ് ആകെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ ഇത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 34. സോ 34 + 1 35 പദങ്ങളുണ്ട്. അല്ലെങ്കിൽ 104 എന്ന് പറയുന്നത് 35ാമത്തെ പദമാണ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള യൂസ് ചെയ്യാം. ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കാനുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്നിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ അതും കൂടി എഴുതി വെച്ചോളൂ. n = xn - x1/d +1. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ dn + f - d = 104 എന്ന് പറഞ്ഞുകൊണ്ട് സോൾവ് ചെയ്യും ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ അത് നിങ്ങൾ പഠിച്ചു. ഇനി അടുത്തൊരു ടോപ്പിക് ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒന്ന് ആവുമെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഞാനിപ്പോ ഒരു സമാന്തര ശ്രേണി തന്നു. 2 5 8 വേണ്ട 2 5 8 11. ഇതിലെ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 30 ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 30നെ അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഉത്തരം കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ യെസ് ആവും. 35 ആവുമെന്ന് വെച്ചാൽ 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആവില്ല. അത്രേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. സിമ്പിൾ. പഠിച്ചല്ലോ. ഓക്കെ, സോ ഇനി ഒറ്റ കാര്യം പഠിക്കാനുള്ള കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് സം അഥവാ പദങ്ങളുടെ തുക. ഇതിൽ നിങ്ങൾ എല്ലാ ഇക്വേഷനും പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും പഠിക്കണം. Sn = n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ പദങ്ങളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ n 10 ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. ഇത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം തുകയുടെ ഓൾജിബ്രായിക് ഫോം കാണാൻ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ എഴുതി അതേ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. 2 5 8 11 എക്സെട്ര ഈ കാണുന്ന തുകയുടെ ഓൾജിബ്രായിക് ഫോം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാണുന്ന ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് d കണ്ടുപിടിക്കാം. 3 ആണ്. സോ d/2 എന്ന് പറഞ്ഞാൽ 3/2. ഓക്കെ, ഇനി അടുത്തത് നേരെ ഇതിൽ കൊടുക്കാം. d/2 n², 3/2 n² 3/2 n² പ്ലസ് f - d/2. f - d/2. f എന്ന് പറഞ്ഞാൽ എത്രയാ? f എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 3/2. അപ്പൊ 2 × 2 4, 4 3 കുറച്ചാൽ -1/2. സോ f - d/2 എന്നാൽ -1/2 × n. ഇതാണ് ആൻസർ. -d/2 × n. സോ നിങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? 3/2 n² -n/2. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ കാണുന്ന ഇക്വേഷൻ കൊണ്ടുള്ള ഒരു ഉപകാരമാണ് അത് നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് പഠിച്ചു വെക്കാം. അത്രയും സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ലാത്ത കുട്ടികൾ, ഇത് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ സാധാരണ രീതിയിൽ ഇതന്നെ വെച്ചുകൊണ്ട് തുകയുടെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയാം. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ലൈവിലേക്ക് വരിക, അവിടെ പഠിപ്പിച്ചു. സെറ്റ് ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിച്ചുതരാം മക്കളെ. d കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇപ്പൊ തുകയുടെ ബീജഗണിത രൂപം 3n² + 2n ആണ്. xn അവസാന പദം അല്ലെങ്കിൽ
അത് എത്രയാണ് 3n+2n ആണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ഏത് ചോദ്യം വന്നാലും ഡി കാണാനാണ് ചോദ്യമെങ്കിൽ ഇവിടെ ഡി കാണാൻ നിങ്ങൾക്കറിയാം എന്നിന്റെ കൂടെയുള്ള നമ്പറാ 3. ഡി കാണാൻ എത്രയാണ്? 3 ആണ്. എന്നാൽ ഇവിടെയോ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 3ന്റെ ഡബിൾ എടുക്കണം. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആകെ ഒരു ടോപ്പിക് കൂടി ഉള്ളത് സ്പെഷ്യൽസ് ആണ്. നിങ്ങൾക്കറിയാം ആദ്യത്തെ n പദങ്ങളുടെ തുക ഒരു എണ്ണൽ സംഖ്യയാണ് എങ്കിൽ, ഇപ്പൊ 100 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 100 × 101/2 ആണ്. അതായത് ഒന്നിൽ തുടങ്ങി ഒന്ന് കൂടി കൂടി വരുന്ന എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. നാച്ചുറൽ നമ്പറിന്റെ സം ഒന്നാമത്തെ. രണ്ടാമത്തത് ഈവൻ നമ്പർ ആണ്. ആ ബൈ 2 അങ്ങ് ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? ഇരട്ട സംഖ്യ കിട്ടും. 2, 4, 6, 8 എക്സെട്ര പ്ലസ് 100. നമുക്കറിയാം ഇവിടെ n എന്ന് പറഞ്ഞാൽ മൊത്തം 50 പദം ഉണ്ടാവുക. 2 മുതൽ 100 വരെ ഇരട്ട സംഖ്യ 50. സോ 50 × 51. ഓക്കെ, ഓർത്ത് വെക്കുക. ഇവിടെ ആണെങ്കിൽ n ലാസ്റ്റത്തെ ടേം തന്നെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ ആണെങ്കിലോ ലാസ്റ്റത്തിന്റെ നേരെ 100ന്റെ പകുതി ഉണ്ടാവുക. ഓക്കെ, ഇനി അതേപോലെ മൂന്നാമത്തെ ഈവൻ നമ്പർ ആണ്. നമ്മൾ പറയുന്നത് ഈവൻ നമ്പർ ഇരട്ട സംഖ്യ. ഇത് നാച്ചുറൽ നമ്പർ ഒറ്റ 1, 2, 3, 4. ഇത് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ. അതായത് 1 + 3 + 5 എക്സെട്ര പ്ലസ് 99. അപ്പം ഇവിടെ n കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ xn - x1/d + 1 ചെയ്താൽ മതി. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഒന്ന് കൂട്ടുക, പകുതി എടുക്കുക. 99 100 100ന്റെ പകുതി 50 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ പഠിച്ചു. അത്രയധികം ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് മിസ്സാക്കരുത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. 11 ചാപ്റ്റേഴ്സിന്റെ ഇതുപോലെ എല്ലാ ഇക്വേഷൻസും നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ. മക്കളെ 5 ചിത്രങ്ങൾ പഠിച്ച ഈ ടോപ്പിക് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ കാണുന്ന ചിത്രം 1. ഒരു വൃത്തത്തിന്റെ വ്യാസം അത് മസ്റ്റ് ആണ്. ഡയമീറ്റർ ആണെങ്കിൽ മാത്രം ഓൺ ദി സർക്കിളിലെ പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും. അതേ സമയത്ത് അത് നിങ്ങൾക്ക് പറ്റിക്കാൻ വേണ്ടി ഇവിടെ കോഡായിട്ട് തരും. ഞാൻ ഇതൊരിക്കലും 90 എഴുതി വെക്കരുത്. അപ്പൊ ഡയമീറ്റർ ആവണം, കണ്ടീഷൻ നിർബന്ധമാണ്. ഈ ഡയമീറ്റർ വെച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലാണ് ആംഗിൾ വരുന്നെങ്കിൽ അത് 90നേക്കാൾ കൂടുതലാണ്, മോർ ദാൻ 90 ഡിഗ്രി. ഇനി ഇതെന്നെ പുറത്ത് വരികയാണെങ്കിൽ അത് 90നേക്കാൾ കുറവാണ്, ലെസ് ദാൻ 90 ഡിഗ്രി. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട 3 ചിത്രങ്ങൾ. ആദ്യത്തെ 3 ചിത്രം ഇമ്പോർട്ടന്റ് ആണ്. ഇത് 90 ഡിഗ്രിനേക്കാൾ കുറവായിരിക്കും ഈ കാണുന്ന ആംഗിൾ. ഇത് 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും ചോദ്യം വരും. രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചിത്രമാണ്. ഇങ്ങനെ നമ്മളിപ്പോ ഒരു കോഡാവട്ടെ, ഒരു ഡയമീറ്റർ അഥവാ വ്യാസമാവട്ടെ, ഏതായാലും കുഴപ്പമില്ല, ഒരറ്റത്ത് നിന്ന് തുടങ്ങി അതേ അറ്റത്ത് അവസാനിക്കുന്ന എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. എല്ലാ ആംഗിളും ഇങ്ങനെ തന്നെ താഴോട്ടും പറയാം, ഇങ്ങോട്ടും, ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം സെയിം ആംഗിൾ ആയിരിക്കും. ഇതും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഓർത്ത് വെക്കാം, ഒരു സൈഡിലുള്ള ഓപ്പോസിറ്റ് ആർക്കുള്ളത് മാത്രമാണ് ഈക്വൽ. ഇവിടേക്ക് വരുമ്പോൾ ആംഗിൾ മാറും. പക്ഷെ ഇവിടെ എന്താണോ ആംഗിൾ അതന്നെയായിരിക്കും ഇതും ഉണ്ടാവുക. അത്രേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 4 പോയിന്റും ഓൺ ദി സർക്കിൾ ആണ്, വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. സപ്ലിമെന്ററി, വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ 180 ആണ്. ഫോർ എക്സാമ്പിൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 140 ആണ്. കാരണം രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. ഇതേപോലെ ഈ 2 ആംഗിൾ കൂട്ടിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 180 കിട്ടും കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇത് മാത്രമല്ല, ഇതും കൂട്ടിയാലും 180 ആണ്. സൈക്ലിക് അഥവാ ചക്രീയം എന്ന് പറയും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്നാൽ നിങ്ങൾക്ക് A+ ലെവൽ ടോപ്പിക്കിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ഇത് പല ആളുകൾക്കും അറിയില്ല. ഇപ്പൊ ഒരു പോയിന്റ് പുറത്താണ് എങ്കിൽ മക്കളെ ഇതും കൂടി കൂട്ടിയാൽ 180നേക്കാൾ കുറവായിരിക്കും. ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ 180നേക്കാൾ കുറവായിരിക്കും. ഇതും കൂട്ടിയാൽ 180 കിട്ടും നമുക്ക് പറയാൻ പറ്റുകയുമില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ കാണുന്നത് എത്ര നമുക്ക് പറയാമല്ലേ? ഇതിപ്പോ 100 ആണെങ്കിൽ ഇത് നമുക്ക് 80 പറയാൻ പറ്റില്ല ഒരിക്കലും. എന്തായാലും 80നേക്കാൾ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ, 80 പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനനുസരിച്ച് ഉണ്ടാവും ഈ കാണുന്ന ഇതും കൂട്ടിയാൽ കിട്ടാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചിത്രം വരികയാണെങ്കിൽ എന്താവണമെന്നില്ല, 180 ആവണം നിർബന്ധമല്ല. ഓക്കെ, സോ ഇതേപോലെ താഴോട്ടും ചിത്രമുണ്ട്. സെയിം മോഡൽ നിങ്ങൾക്ക് താഴോട്ടും ചിത്രമുണ്ട്. അതായത് ഉള്ളോട്ട് ഇതേ ചിത്രം തന്നെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും, ഇതിനെ ഈ നിടാം, ആംഗിൾ ഇ പ്ലസ് ആംഗിൾ സി ഈസ് ഗ്രേറ്റർ ദാൻ 180നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ഈ 2 കാര്യങ്ങൾ A+ ലെവലിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ ആണല്ലോ. സോ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ചിത്രമാണിത്. ഇതില്ലാതെ ചോദ്യപേപ്പർ കണ്ടിട്ടില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഞാൻ അഥവാ ഒരു കോഡ്, ഇതിന്റെ 2 അറ്റത്ത് നിന്നും കേന്ദ്രത്തിലേക്ക് വരക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണോ അതിന്റെ നേരെ പകുതി ആയിരിക്കും.
അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത് മറുചാപത്തിൽ. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 70 ഡിഗ്രി ആണ്, അതിന്റെ ഇരട്ടി ആയിരിക്കും എന്താ 140. ഞാൻ നമ്മൾ പറഞ്ഞു ഇത് സൈക്ലിക്, 4 പോയിന്റ് ഓൺ ദി സർക്കിൾ ആയതുകൊണ്ട് ഇത് സൈക്ലിക് ആണ്, അഥവാ ചക്രീയമാണ്. സോ ഇത് എത്ര ഡിഗ്രി ആണോ അതും ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇത് 180 70 കുറച്ചാൽ മതി 110. ഇത് വെരി ഇമ്പോർട്ടന്റ് ഐഡിയ. ഓക്കെ, ഇത് രണ്ടും ഈക്വലാണ്, നിങ്ങൾക്ക് അറിയാം. അടുത്തൊരു ചിത്രം വെരി ഇമ്പോർട്ടന്റ് മക്കൾ, ഇതുകൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്ര ഉള്ളൂ ചാപ്റ്റർ പഠിക്കാൻ. സർക്കിൾസ് എന്ന് പറഞ്ഞ വലിയ ചാപ്റ്റർ പഠിക്കാൻ ഇത്രേ പണിയുള്ളൂ. കോഡ് അഥവാ ഞാണുകൾ വെച്ചുകൊണ്ട് ഒരു ചോദ്യം വരും. അത് 2 രീതിയിലാണ് വരിക. ഇങ്ങനെ ഒരു ചിത്രം വരും, 2 അല്ല 3 രീതിയിൽ. 2 ഞാണുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് പി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഒരിക്കലും എന്താക്കരുത്, ഇക്വേഷൻ പഠിച്ചു വെക്കരുത്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ 2 കഷ്ണങ്ങളാണ്. ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണം ഈക്വൽ ടു ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണം. എന്നാൽ ഒരു പോയിന്റ് പുറത്താണെങ്കിലോ, ഇവിടെ പി എ ഇൻറ്റു ഈ കഷ്ണം പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു ഈ കഷ്ണം. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മാറിപ്പോകും കേട്ടോ. ഓക്കെ, ഇവിടെ ചിലപ്പോൾ പി എ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് തരും, ഇവിടെ പി എ തരും, ഇവിടെ പി തരും, ഇവിടെ എ തരും. അപ്പം പി എ ഇൻറ്റു എ ബി എന്ന ഇക്വേഷൻ വരും. അങ്ങനെയാണ് നിങ്ങൾ ഐഡിയ വെക്കേണ്ടത് കേട്ടോ. ഇത്രയും പഠിച്ചാൽ ഞാൻ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ ആകെ ഒറ്റ ഇക്വേഷനെ പഠിക്കാനുള്ളത്, മറ്റാരുമല്ല. അതിന്റെ മുമ്പ് ഒറ്റ ചിത്രം കൂടി ഉണ്ട് മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു വര ഡയമീറ്റർ അഥവാ വ്യാസമാണെങ്കിൽ, ഇത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഇത് ഡയമീറ്റർ അല്ല ഒറ്റൊന്നും. അപ്പൊ കറക്റ്റ് സെന്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പി ഡി സ്ക്വയർ ആണ്. ഈ 2 ലെങ്ത് ഈക്വൽ ആണ്. സോ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതയുള്ള ഗണിതം. മക്കൾ എല്ലാവരും പഠിച്ചു വെക്കുക. പ്രോബബിലിറ്റി അഥവാ സാധ്യത കാണാൻ ഒരേ ഇക്വേഷൻ ഉള്ളൂ. നമ്മളോട് എന്താണോ ചോദിച്ചത് അതിന്റെ എണ്ണം മുകളിലും ആകെ എണ്ണം എപ്പോഴും അടിയിലുമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാത്രത്തിൽ 100 ചുവന്ന മുത്തും 50 വെളുത്ത മുത്തും ഉണ്ട്. നമ്മൾ റെഡ് എടുക്കാനുള്ള സാധ്യത വെച്ചാൽ എന്താണ് നമ്മളോട് ചോദിച്ചത്, റെഡ് ബൈ ആകെ എത്ര ഉണ്ട് 150. ഇതാണ് ആൻസർ. ഇത്രേ പഠിക്കാനുള്ളൂ മെയിൻ ആയിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ളത് പെയർ അഥവാ ജോഡികളുടെ ഒക്കെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളത്, അത് ലൈവിലേക്ക് വരിക. അവിടെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക തന്നെ ചെയ്യും. ചോദ്യങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും നമ്മുടെ തലേ ദിവസം നടക്കുന്ന മെഗാ മാരത്തോണിൽ എല്ലാവരും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവുകളും നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ ചോദിച്ചു നിങ്ങളോട് റെഡ് ആവാതിരിക്കാനുള്ള ചാൻസ് വെച്ചാൽ 1ൽ നിന്നും റെഡിന്റെ ഉത്തരം കുറച്ചാൽ മതി. 1 മൈനസ് റെഡിന്റെ ഉത്തരം, റെഡ് ആവാതിരിക്കാൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതാണ്. സോ എന്ത് കിട്ടും, 150 100 വെച്ചാൽ 50/100 കിട്ടും. ഉണ്ടോ, 50/150 കേട്ടോ. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2ാം ഗതി സമവാക്യങ്ങളിൽ നിങ്ങൾ ആകെ 2 കാര്യമാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് വർഗ തികവ് അഥവാ എന്താണ്, എന്താ പറയാ, സ്ക്വയർ കംപ്ലീഷൻ ആണ്. 2ാമത് -b ± √b² - 4ac/2 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഈ 2 ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും മക്കളെ. സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം തികയ്ക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ x² + 6x = 9 ആണ് എങ്കിൽ, അല്ലെ 9 അല്ല 16 ആണ് എങ്കിൽ, x² കൂടെ 1 ആണോ നോക്കാം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആവുള്ളൂ. സോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഉള്ള നമ്പറിന്റെ പകുതി 3, അതിന്റെ സ്ക്വയർ ആണ് 2 ഭാഗത്തും ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഐഡിയ. ഓക്കെ, സോ ഈ കാണുന്ന സ്ഥലത്ത് x² സ്ഥലത്ത് 1 ആണ്. അതുകൊണ്ട് a-ന്റെ പകുതിയുടെ സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന ഉത്തരത്തെ ആദ്യം ഇവിടെ x ആണെങ്കിൽ x, n ആണ് n, ഇവിടെ +6 ആണെങ്കിൽ അതിന്റെ നേരെ പകുതി +3 = 25. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ. ഈ മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ തികവ്. അതേപോലെ തന്നെ x² സ്ഥാനത്ത് 2 ആണെങ്കിലോ, അപ്പൊ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം, -b ± ഇനി 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, -b ± ഇത് 2 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സിന്റെ സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്. എക്സിന്റെ സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് അഥവാ ബഹുപദത്തിലും പഠിക്കാനുള്ളത്. സൊല്യൂഷൻസ് അഥവാ പരിഹാരം. ആ സെയിം സൊല്യൂഷൻ തന്നെയാണ് ഇവിടെയും വരിക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഐഡിയ കിട്ടി. ഇത്ര ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാൻ, വേറെ ഒന്നും നിങ്ങൾ പഠിക്കാനല്ല. ഇതിനൊക്കെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള നല്ല സമാധാനം കിട്ടുന്നില്ലേ. അപ്പൊ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ലൈവിലേക്ക് വരിക. ഈ ഒരു വീഡിയോയിൽ മുഴുവൻ ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഒരിക്കലും ബിറ്റ് ആയിട്ട് എഴുതി വെക്കരുത്. നിങ്ങൾ മാർക്ക് വാങ്ങാൻ പഠിക്കാൻ തന്നെ വേണ്ടി ചെയ്ത് പഠിക്കാം. മക്കളെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് ഒരു 10 തവണയെങ്കിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന്, അല്ലെങ്കിൽ സെയിം ഇക്വേഷൻസ് ഒക്കെ ഒന്ന്, നിങ്ങൾക്ക് മറന്നു പോകുന്ന ഇക്വേഷൻസ് ഒക്കെ എന്താക്കാം, വീണ്ടും റീറൈറ്റ് ചെയ്ത് കേട്ടോ. സോ ഞാൻ 5ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് 30:60:90, 1:√3:2 ആണെന്നറിയാം. 2 45:45:90, 1:1:√2. അതായത് ഏതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിളുകൾ ഈ തന്നിരിക്കുന്നതാണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന 3 ആൾക്കാരാണ് സൈനും കോസും ടാനും. ഇപ്പൊ മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ sin x ചോദിച്ചു
എന്ത് കഴിച്ചു. എതിർവശം ബൈ കർണം കേട്ടോ. മലയാളം മീഡിയക്കാരെ എഴുതി വെച്ചോളൂ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ കർണം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മട്ട ത്രികോണം, അതിൽ എക്സ് ഏതുമായിട്ട് എടുക്കാം. 90 അല്ലാത്ത ഏത് വേണമെങ്കിലും എക്സ് ആയിട്ട് എടുക്കാം. ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് എതിർവശം, ഇത് കർണം, ഇത് സമീപവശം. അപ്പം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സോകാട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എഴുതാം സോകാട്ടോ. സോകാട്ടോ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്. കോസ് എക്സ് ഇസ് ഈക്വൽ ടു അഡ്ജസൻ ബൈ ഹൈപ്പർന്യൂസ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ. സോകാട്ടോ. മലയാളം മീഡിയക്കാർക്ക് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം. സൈൻ എക്സ് ചോദിച്ചു എന്ത് കഴിച്ചു. കോസ് എക്സ് പറഞ്ഞു സമൂസ കഴിച്ചു. സമീപവശം ബൈ കർണം. ടാൻ എക്സ് പറയാണ് എനിക്കും സമൂസ വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വിട്ടുപോയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി 2 ചിത്രം കൂടി പഠിക്കാണ്ട് മക്കളെ, വെരി ഇമ്പോർട്ടന്റ്. ഇത് ഞാൻ ഒട്ടുമിക്ക ചോദ്യപോലും കണ്ടിട്ടുണ്ട്, പബ്ലിക് എക്സാമിന് അത്ര കണ്ടിട്ടില്ലെങ്കിലും പഠിച്ചു വെക്കുക. ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നു. ആ ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കാണാനാണ് ചോദിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ആ കാണുന്ന സർക്കിളിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ റേഡിയസോ കാണാനാണ് ചോദിച്ചതെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അതേ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാലും മതി. ഇപ്പൊ ഡയമീറ്റർ കണ്ടാൽ അതിന്റെ പകുതി എത്താൻ റേഡിയസ് ആണ്, റേഡിയസ് കണ്ടാൽ അതിന്റെ ഇരട്ടി എത്താൻ ഡയമീറ്റർ ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലുള്ളൂ, എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സൈഡാണ്, എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടുത്തെ ആംഗിൾ തരും, എഴുതരുത്. ആ തന്നിരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നെ എടുക്കണം. സോ ആർ ഈക്വൽ ടു റേഡിയസ് ഈക്വൽ ടു എ ബൈ സൈൻ 2 സൈൻ എക്സ് ആണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സൈഡ് ചോദിക്കും. അപ്പൊ 2r ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ മതി. 2r ഇൻറ്റു സൈൻ എക്സ്. അപ്പൊ സൈഡ് ചോദിക്കുമ്പോൾ 2 ഇൻറ്റു r ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, അത് ഈ ക്വസ്റ്റൻ തന്നെ പഠിച്ചാൽ മതി. അതിന് ഇത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. സിമ്പിൾ ആണല്ലോ. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് സി നിട്ടു, ഇത് c/2 എന്നൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് c/2 കൊടുത്താൽ മതി. ഒക്കെ സെയിം തന്നെ കേട്ടോ, എല്ലാം സെയിം തന്നെ. ഇനി ഒറ്റ കാര്യം കൂടി മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ, മേൽക്കോണും കീഴ്ക്കോണിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇത് ഒരു കുട്ടി ഇതൊരു കുട്ടിയാണ്. ആ കുട്ടി നേരെ നോക്കുന്ന കാഴ്ചയാണ് മേൽക്കോണ്. ഇതൊരു മരാന്ന് വിചാരിച്ചോ. ആ കുട്ടി ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നത് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ. ആ കുട്ടി മരത്തിന്റെ അടിഭാഗം നോക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൺ. ഇതാണ് ബേസിക് ഐഡിയ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റും. മാക്സിമം പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളതാണ് ഇതിന്റെ മെത്തേഡ്. ഇത് 5 മാർക്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ലൈവിലേക്ക് വരാം ഉറപ്പായിട്ടും. സോ 6ാമത്തെ ചാപ്റ്റർ അല്ല കോർഡിനേറ്റ്സ് അഥവാ സൂര്യസംഖ്യകൾ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് മക്കളെ വളരെ സിമ്പിൾ ആണ്. ഈ 4 ഇക്വേഷൻ പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞു. 4 ഇക്വേഷൻ. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ചതുരം തന്നു. ഈ കാണുന്ന നീളം, ഈ കാണുന്ന കോർഡിനേറ്റ് 3,4ഉം ഇത് 7,9ഉമാണ്. നിങ്ങളോട് ഒന്നാമത്തെ ചോദ്യം, ഈ കോർഡിനേറ്റ് എത്ര, ഈ കോർഡിനേറ്റ് എത്ര? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ലടാ, നേരെ വരക്കുമ്പോൾ വൈ മാറില്ല. അല്ലെ, കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ല, നേരെ വരക്കുമ്പോൾ വൈ മാറില്ല. എല്ലാവർക്കും അറിയാം. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ എക്സ് രണ്ടും സെയിം ആണ്. എക്സ് രണ്ടും സെയിം ആണെങ്കിൽ y2 മൈനസ് y1 9 മൈനസ് 4 എന്നോ 4 മൈനസ് 9 എന്നോ എഴുതാം. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഇടുന്നു. സോ 5 ആണ് ഉത്തരം. അപ്പോ എക്സ് സെയിം ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? y2 മൈനസ് y1. അതാണ് ഈ ഇക്വേഷൻ, എക്സ് സെയിം. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ y രണ്ടും സെയിമാ, 4 4. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? 7 മൈനസ് 3 4. അപ്പോൾ y സെയിം ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. എന്നാൽ ഇതിന്റെ ഡയഗണൽ അഥവാ വികരണം കാണാനാണ് ചോദിച്ചതെങ്കിലോ, ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ടും ഡിഫറൻറ്റാ. ഇവിടെ x 3 y 7, y 4. അപ്പൊ രണ്ടും ഡിഫറന്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് പൈതഗോറസ് സിദ്ധാന്തം. റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് x2 മൈനസ് x1, ഇത് y2 മൈനസ് y1. അപ്പൊ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അതാണ് രണ്ടും ഡിഫറെന്റ്. ഇനി ഈ കാണുന്ന ഇക്വേഷൻ എവിടെ? ഇപ്പൊ ഒരു പോയിന്റ്, ഇതേ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയാണ് തന്നതെങ്കിലോ, ഇങ്ങനെയാണ്. അപ്പൊ ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ് അഥവാ ആധാരബിന്ദു ആണ്. ഇതിലത്തെ ഒരു പോയിന്റ് ആണ് 3,4. ഒരു പോയിന്റ് ഒറിജിൻ ആധാരബിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് കാണാൻ ഒരു പണിയില്ല. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്താൽ മതി. അത് ഇപ്പൊ എക്സ് y ആണെങ്കിൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അതാണ് ഒരു ബിന്ദു ഒറിജിൻ ആണ്. 1 പോയിന്റ് ഒറിജിൻ അഥവാ ആധാരബിന്ദു ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇക്വേഷൻസ് ആയിട്ട് ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ ഫുൾ സെറ്റ് ആണ്. ഇപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇപ്പൊ 24 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി ചോദ്യങ്ങൾ ചെയ്യാൻ വന്നു നോക്കുക, എന്ത് സുഖമായിരിക്കും അറിയോ. അപ്പൊ ഇന്ന് പകലുള്ള പണി എന്താ? ഇത് ഫുള്ള് നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഞാൻ തന്ന എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്യാതെയോ അല്ലാതെയോ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, സോ ടാൻജൻസ് അഥവാ തൊടുവരയിൽ നിങ്ങൾക്ക് ആകെ ഒരു ഇക്വേഷനെ പഠിക്കാൻ, 1 അല്ല 2 ഇക്വേഷൻ പഠിക്കാനുണ്ട്.
ആ 2 ഇക്വേഷൻ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, അതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ. ഈ 2 ഇത് സർക്കിൾ ആയിട്ട് കൂട്ടുക കേട്ടോ. ടൈപ്പ് ഇല്ലേ? ഈ 2 ഇക്വേഷനിൽ പഠിക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കാം, ഒരു വര തൊടുവരയാണ്, ഇതുപോലെ ഒരു ഞാണ് എ ബി ഉണ്ട്, അത് കൂട്ടിയിട്ട് പിയിലേക്ക് കൂട്ടി വിടുന്നു. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതേപോലെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ചിത്രം ഓർമ്മല്ലേ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. രണ്ടിന്റെ ഇക്വേഷൻ സെയിം ആണ്, പക്ഷേ ചിത്രം മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ കാണുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്ന ഒരു സൈഡാണ് എ, ഒരു സൈഡാണ് ബി, ഒരു സൈഡാണ് സി. മക്കളെ, ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എ പ്ലസ് ബി പ്ലസ് സി ആണ്. എസ് എന്ന് പറഞ്ഞാൽ ആ ഇതിന്റെ നേരെ പകുതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ഈ കാണുന്ന സർക്കിളിന്റെ റേഡിയസ് കാണാൻ ചോദിക്കും. മക്കളെ എഴുതിച്ചോളൂ, ഷാഹിദ് റംസാൻ ഈക്വൽ ടു എ. ഷാഹിദ് റംസാൻ എന്താണ്? എ ആണ്. എസ് ആർ ഈക്വൽ ടു എ. എസ് ആർ എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി. നിങ്ങൾ ഇവിടെ എഴുതി, ചുറ്റളവിന്റെ പകുതി. ആർ എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയസ്, അന്തർവൃത്ത ആരം. അന്തർവൃത്തം, അന്തർ ഹേ, ഉള്ളില്. ഓക്കെ, ഇന്ത്യയിലെ അന്തർ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സർക്കിൾ. ചിലപ്പോൾ സർക്കം സർക്കിൾ എന്ന് പറയാം, പുറത്തുള്ള സർക്കിൾ, അത് സർക്കിളാ. അതിൽ ഇക്വേഷൻ ഒന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ ഏരിയ അഥവാ പരപ്പളവ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുക, 2 മാർക്കിനും ചിലപ്പോൾ ചോദിക്കും. ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതില്ല, പറ്റുന്ന ആൾക്കാർ പഠിച്ചാൽ മതി. ഒരു സർക്കിളിന്റെ 3 സൈഡ് തന്നിട്ട്, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ട് ഏരിയ കാണാൻ ചോദിച്ചാൽ, പരപ്പളവ് കാണാൻ ചോദിച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഹെറോൺസ് ഫോർമുല. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കാം. ഇത്രയും ഇക്വേഷൻസ് ഇതിൽ പഠിക്കാനുള്ളൂ. ഈ 3 ഇക്വേഷൻസ്, അതായത് ഏതൊക്കെയാണ്? എസ് ആർ ഈക്വൽ ടു എ, പി എ ഇൻറ്റു ബി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഈ കാണുന്ന ഇക്വേഷൻ പറ്റുന്ന ആൾക്കാർ പഠിച്ചാൽ മതി. ഇത്രയും ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട്. പിന്നെ ഉള്ളത് കോൺസെപ്റ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു സർക്കിളിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ റേഡിയസോ എപ്പോഴും അതിന്റെ തൊടുവര അഥവാ ഞാൻ പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. പിന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച ചിത്രത്തിൽ ഞാനിപ്പോൾ ഈ തൊടുവരയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. ഇത് രണ്ടും 90. അപ്പൊ ഇത് രണ്ടും എത്രയായിരിക്കും? 90 ആയിരിക്കും. സോറി, 180 ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. അതുകൊണ്ട് ഈ കാണുന്നത് 140 ആണെങ്കിൽ ഇത് 180 മൈനസ് 140, ദാറ്റ് ഈസ് 40 ആണ്. അപ്പൊ ഈ കാണുന്നതും എന്താണ്? സൈക്ലിക് ആണ് അഥവാ ചക്രീയമാണ്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. അപ്പം ടാൻജൻസിൽ ഇതും സൈക്ലിക് ആണ്. ഇനി ഞാനിപ്പോ ഇങ്ങനെയാണ് വരക്കുന്നതെങ്കിൽ ഇതും സൈക്ലിക് ആണ്. 2 ചിത്രം സൈക്ലിക് ആയി കിട്ടും. ഇതും ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സൈക്ലിക് അഥവാ ചക്രീയമാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180, മാറിപ്പോയത്. ഓക്കെ, സോ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ചിത്രം. വേണമെങ്കിൽ ഞാൻ അല്ലാതെയും കാണിച്ചു തരാം. ഇപ്പൊ ഒരു കോഡ്, ഞാൻ ആ കോഡ് ഈ തൊടുവരയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ഏത് എക്സ് എന്ന് വെച്ചു. ഇത് 90 അല്ല കേട്ടോ, റേഡിയസ് ആണെങ്കിലാണ് 90. ഇത് റേഡിയസ് അല്ല. ഈ കാണുന്ന ആംഗിളും ഇവിടെ ഞാൻ വരക്കുന്ന ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. ഇത് എത്രയാണോ അതിന്റെ ഇരട്ടി അവിടെ വരിക. ഇതിപ്പോ 20 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോ 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 140 ആയിരിക്കും. അപ്പൊ ഇവിടെ സെൻട്രൽ ഉണ്ടാക്കുന്ന, അപ്പൊ കണ്ടോ ഒരു കോഡ്, അഥവാ ഞാൻ അതിന്റെ 2 സ്ഥലത്തും ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. അത് ഇമ്പോർട്ടന്റ് ആണ്, 2x. ഇത് 2x ആണെങ്കിൽ ഇത് നേരെ പകുതിയാണ്. അതിന്റെ അർത്ഥം ഈ 3 ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. ഇത് തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരക്കാം. സെയിം ചിത്രം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഇതിന്റെ തൊടുവര ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കി വരച്ചാൽ. അപ്പൊ ഈ കാണുന്ന ആംഗിൾ y ആണ്. ഈ കാണുന്ന ആംഗിൾ y ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ y ആയിരിക്കും. അഥവാ ഈ കോഡിന്റെ മറുചാപത്തിൽ ഓപ്പോസിറ്റ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കാണുന്ന ഞാൻ അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇതിനെ ഞാൻ Z എന്ന് ഇട്ടാൽ ഇതും Z ആണ്, ഇതും Z ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു SR ഈക്വൽ ടു A, R ഈക്വൽ ടു A/S ഒന്ന് എഴുതാം കേട്ടോ. ഇനിയാണ് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ ആദ്യം നിങ്ങൾ പഠിച്ചു നോക്കേണ്ട കുറച്ച് അക്ഷരങ്ങളാണ്. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുരസ്തൂപികാണ്. സ്ക്വയർ പിരമിഡ് അഥവാ സമചതുരസ്തൂപിക. അതിൽ ആദ്യം നിങ്ങൾ കുറച്ച് അക്ഷരങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക് നിങ്ങൾ പഠിക്കേണ്ട അക്ഷരങ്ങൾ ഒന്ന് A, ഒന്ന് E, L, H. ഈ 4 അക്ഷരം വെരി ഇമ്പോർട്ടന്റ് ആണ്. A എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആണ് അഥവാ പാദവക്കാണ്, പാദവക്ക്. E എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ് ആണ് അഥവാ പാർശ്വവക്കാണ്. ഓക്കെ. L എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് അഥവാ ചെരിവ് ഉയരമാണ്. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അഥവാ ഉയരമാണ്. ഈ 4 അക്ഷരം വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 അക്ഷരം.
അതായത് എ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സൈഡ് 4 എണ്ണം ഉണ്ടാവും. അതായത് ഇവിടെ 1 2 3 4. ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള 4 എണ്ണം പാർശ്വവക്കാണ് 4 എണ്ണം. അത് ഇവിടെ ഉണ്ടാവും. ഇത് ഇ ആണ്, ഇത് ഇ ആണ്, ഇത് ഇ ആണ്. ഇത് രണ്ടുകൂടി ഒരുമിച്ച് വരാട്ടോ ചെയ്യാം. കൂട്ടി വെക്കുമ്പോൾ ഒരുമിച്ച് വരും. മൊത്തം 4 എണ്ണേ ഉള്ളൂ. എൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഹൈറ്റ് ആണ് ശരിക്കും എൽ, സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം. എല്ലിന്റെ സ്ലാൻഡ് ഹൈറ്റ്, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് ട്രയാങ്കിളിന്റെ ചെരിവ് ഉയരം. വെരി ഇമ്പോർട്ടന്റ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ, എച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും കറക്റ്റ് സെന്ററിൽ നിന്ന് ആ റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ ആ ചതുരത്തിൽ സമചതുരത്തിന്റെ സെന്ററിൽ നിന്ന് മേലോട്ട് അഥവാ സ്ക്വയറിന്റെ കറക്റ്റ് സെന്ററിന് കുത്തനെ മേലോട്ടുള്ള സാധനം, അതാണ് അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 ഇക്വേഷൻ, ഒന്ന് ലായും ഒന്ന് ഇലായുമാണ്. ലായും ഇലയും. ഇതെന്താണെന്നറിയോ? ല എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും പരിശോധിച്ച് ചോദിക്കൂട്ടോ. ഈ കാണുന്ന ട്രയാങ്കിൾ എടുത്തു. ഈ കാണുന്ന ട്രയാങ്കിളിലെ അക്ഷരമാണ് ഒന്ന് എൽ, ഒന്ന് ഇ, ഒന്ന് എ. ഇത് എന്റെ പകുതിയാണ്, ഇത് എൽ ആണ്. പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും 2 എണ്ണം തരും. ഇയും എല്ലും തന്നിട്ട് എ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യണം? ഇല എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇല എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതാണ് ഇല. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. എന്നാൽ ഇവിടെ മറ്റൊരു ചിത്രമുണ്ട്. ഈ കാണുന്ന ചിത്രമാണ് ചോദിച്ചതെങ്കിലോ? ഈ 2 ചിത്രമാണ് ഇമ്പോർട്ടന്റ്. ഈ കാണുന്നത് ഹൈറ്റ് ആണ്, ഈ കാണുന്നത് എൽ ആണ്, ഈ കാണുന്നത് എന്റെ പകുതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 2 അക്ഷരം തരും. എല്ലും എച്ചും തരും, എ കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇത് വെരി ഇമ്പോർട്ടന്റ്. ഇതിൽ എന്തായാലും ചോദ്യം വരും. ഓക്കെ, ലാന്നോ ഇലാന്നോ എന്തായാലും ചോദ്യം വരും. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട 2 ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ പരപ്പളവ്, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ 4ഉം കൂടി കൂട്ടി എത്ര കിട്ടും? 2al കിട്ടും. അപ്പൊ ഇത് 2ഉം കൂടി കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ്. ഇത് പാദ പരപ്പളവ്, പാപ്പ. ഇത് പാർശ്വ തല പരപ്പളവ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിന്റെ വ്യാപ്തം അഥവാ വോള്യം. അപ്പൊ വോള്യം അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. വോള്യം എന്ന് പറഞ്ഞാൽ 1/3 πr സ്ക്വയർ, സോറി 1/3 ഇൻറ്റു എ സ്ക്വയർ എച്ച് ആണ്. ലാസ്റ്റ് ഇതിനൊരു ട്രിക്ക് ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഇതെല്ലാം കൂടി പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ടോപ്പിക്കിലുള്ളത്. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നമുക്ക് ആകെ 3 അക്ഷരമാണ്, എൽ എച്ച് ആർ, ലാഹോർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ലാഹോർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണിത്. ഇനി ഈ കാണുന്ന ആർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബേസ് റേഡിയസ്, പാദ ആരം. പാദസാര അല്ല, പാദ ആരം. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചെരിവ് ഉയരമാണ്. ശരിക്കും ഇത് എവിടുന്ന വരുന്ന അറിയോ? ഒരു സർക്കിളിന്റെ ഒരു കഷ്ണം നമ്മൾ വെട്ടിയെടുത്തു. ആ കഷ്ണം വെട്ടിയെടുത്തിട്ട് ഈ കാണുന്നത് സർക്കിളിന്റെ വലിയ റേഡിയസ് ആണ്, ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അത് നമ്മൾ ചുരുട്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നു. അപ്പൊ നമുക്കറിയാം ഈ 6 തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ 6ഉം എല്ലും എന്താണ്? സെയിം ആണ്. ആർ ഈക്വൽ ടു എൽ. അത് നോട്ട് ചെയ്ത് വെച്ചു, ആർ ഈക്വൽ ടു എൽ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പരപ്പളവ് എന്താണോ അതായിരിക്കും ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവായിട്ട് വരാം, അല്ലെ വക്രതല പരപ്പളവ്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഇത്രയും ഭാഗത്തുള്ള പരപ്പളവും ഈ പരപ്പളവും സെയിം ആണ്. അത് എത്രയാണ്? πr/l ആണ്. ഇതിന്റെ അടിഭാഗം സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? πr² ആണ്. സോ ഇത് 2ഉം കൂടി കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും, ഉപരിതല പരപ്പളവ് πr² പ്ലസ് πr. ആൻഡ് ഒരു ഇക്വേഷൻ കൊണ്ട് ഇതിന്റെ വ്യാപ്തം 1/3 πr²h. ഓക്കെ, അപ്പൊ ഈ 2 കാര്യം കൂടി ഞാൻ ഒരുമിച്ച് എങ്ങനെ പഠിക്കാന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ 2 ടോപ്പിക്കും, സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയും കോൺ അഥവാ വൃത്തസ്തൂപിക, 2 ഒരുമിച്ച് പഠിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. 2ന്റെയും ഉപരിതല പരപ്പളവ് പഠിച്ചാൽ പകുതി കാര്യം പഠിച്ചു കഴിഞ്ഞു. ഉപരിതലം ഒന്നുമില്ല, ഇതിന്റെ അടിഭാഗം സ്ക്വയർ അല്ലേ, അതുകൊണ്ട് എ സ്ക്വയർ. ഇതിന്റെ അടിഭാഗം സർക്കിൾ, വൃത്തല്ലേ, πr². ഓക്കെ ആണല്ലോ. ഇതിന്റെ 2al ആണ്. ആ സെയിം രീതി തന്നെയാണ് ഇത് വരുന്നത്, πrl. ഒരേ പ്രൊണൗൺസിയേഷൻ അല്ലേ വരുന്നത്, 2al πrl. അപ്പൊ 2 ഒരുമിച്ച് പഠിക്കുക. ഇത് തന്നെ എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടി വിചാരിക്കുന്നു. അപ്പോൾ a² പ്ലസ് 2l ആണ്. ഇതിൽ a² എന്ന് പറഞ്ഞാൽ എന്താ? പാദ പരപ്പളവ്, ബേസ് ഏരിയ. 2l എന്ന് പറഞ്ഞാൽ എന്താ? പാർശ്വ പരപ്പളവ്. ഇതോ πr² പാദ പരപ്പളവ്, ബേസ് ഏരിയ. ഇത് പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയാം. കേർവ്ഡ്, രണ്ടാലും കുഴപ്പമൊന്നുമില്ല, പേരെങ്ങനാലും കുഴപ്പമൊന്നുമില്ല. ഐഡിയ കിട്ടിയല്ലോ. ഇനി 2ന്റെ വ്യാപ്തം, വോളിയം കാണാൻ ഒരു പണിയില്ല. മക്കളെ ശ്രദ്ധിച്ചോ, 2ലും എന്തുണ്ട്? 1/3h ഉണ്ട്. 2ലും എന്തുണ്ട്? 1/3h ഉണ്ട്. ഇതിന്റെ അടിഭാഗം സ്ക്വയർ ആയതുകൊണ്ട് a², ഇതിന്റെ അടിഭാഗം സർക്കിൾ ആയതുകൊണ്ട് πr². പഠിച്ചു കഴിഞ്ഞു. ഇത്രയുള്ളത് പഠിക്കാം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക മക്കളെ. ഇനി ഒറ്റ കാര്യം കൂടി ഇതിൽ പഠിക്കാനുണ്ട്. സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം
ഈ ടോപ്പിക് തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. അപ്പോൾ ഈ കോണ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഇതിന്റെ ഉള്ളിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന മാക്സിമം വലുപ്പമുള്ള കോണാണിത്. സോ ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr² വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഇതിന്റെ വ്യാപ്തം. ദാറ്റ് ഈസ് ഈ കാണുന്ന സിലിണ്ടറിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ πr²h. ഇതും ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത് കേട്ടോ. സോ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് ഈ രണ്ട് ടോപ്പിക് നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ രണ്ടാളെയും കൂടി പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. ഒന്ന് സ്ഫിയർ അഥവാ ഗോളം. ഇതിൽ രണ്ട് ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഒന്ന് ഇതിന്റെ ഉപരിതല പരപ്പളവ്, ദാറ്റ് ഈസ് 4 πr². രണ്ടാമത്തത് ഇതിന്റെ വോളിയം അഥവാ വ്യാപ്തം 4/3 πr³. ഇതിന്റെ കൂടെ തന്നെ രണ്ടാമത് പഠിപ്പിച്ചു തരാം. ഈ കാണുന്ന അർദ്ധവൃത്തം അല്ലെങ്കിൽ അർദ്ധഗോളം. ഇത് കറക്റ്റ് ഷേപ്പ് അല്ല കേട്ടോ, അർദ്ധഗോളം. മക്കളെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പന്തിന് മൊത്തത്തിൽ ഒറ്റ ഫേസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനാകെ ഒരു പരപ്പളവ് വരുന്നത്. എന്നാൽ ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. പാദം ബേസ് ഏരിയയും ഉണ്ട്, അത് πr² ആണ്. ഇതിന് മുഴുവനായിട്ടും 4 πr² ആണെങ്കിൽ ഇതിന്റെ കറക്റ്റ് പകുതി ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ എത്രയ്ക്കും 2 πr². അതാണ് കേർവ്ഡ് സർഫസ് ഏരിയ, 2 πr². ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ, അതായത് πr², അതായത് 3 πr². അപ്പൊ മാറിപ്പോരുത്. ഇവിടെ 4 πr² ആണെങ്കിൽ ഇവിടെ 3 πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇതിൽ 100 ലിറ്റർ വെള്ളം കൊള്ളെങ്കിൽ ഇതിൽ 50 ലിറ്ററേ കൊള്ളുള്ളൂ. സോ ഇതിൽ 4/3 ആണെങ്കിൽ ഇതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 2/3. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സോളിഡ്സ് അഥവാ ഖരരൂപങ്ങൾ മൊത്തം കഴിഞ്ഞു. ഇതിൽ ട്രയാങ്കിൾ ഒന്നും നിങ്ങൾ പഠിക്കാനില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ ഒരു സിമ്പിൾ വഴി പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാൻ ഒരു സിമ്പിൾ വഴി പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവും രണ്ടിലും എന്തുണ്ട്, πr² ഉണ്ട്. രണ്ടിലും πr² ഉണ്ട്. ഇത് 4 ആണെങ്കിൽ ഇത് 3 ആണ്. ഇതിന്റെ വ്യാപ്തം ആ 4ഉം 3ഉം ഇവിടെ കൊടുക്കാം, 4/3. രണ്ടിലും എന്തുണ്ട്, πr³ ഉണ്ട്. അപ്പൊ 4ഉം 3ഉം ഇവിടെ കൊടുക്കുക, ഇവിടെ അതിന്റെ നേരെ പകുതിയും കൊടുക്കുക. ഇതാണ് ഇത് പഠിച്ചു വെക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചെയ്ത് പഠിച്ചാൽ മതി. ഉറപ്പായിട്ട് ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3 ചാപ്റ്ററും കൂടി ഇക്വേഷൻ പഠിക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു മകളെ. ഇനി ഏറ്റവും കൂടുതൽ ഇക്വേഷൻ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും. വെരി ഇമ്പോർട്ടന്റ്. ഇത് ഒരിക്കലും നിങ്ങൾ ഇക്വേഷൻ പഠിക്കാതെ പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. 10 മിനിറ്റ് മകളെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക്. വിട്ടോ ഞാൻ വന്നോളാം. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വര ഈ കാണുന്ന പോയിന്റ് 2 പോയിന്റ് തന്നിട്ട് നിങ്ങൾക്ക് അതിനെ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ x1 y1 x2 y2 രണ്ട് ബിന്ദുക്കളുടെയും മധ്യബിന്ദു ആണ് കാണാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമല്ല. x1 + x2/2 y1 + y2/2 ആ 2 പോയിന്റ് തമ്മിൽ കൂട്ടാം. x1ഉം x2ഉം തമ്മിൽ കൂട്ടാം. ഇപ്പൊ 3,4ഉം 7,10ഉം ആണെങ്കിൽ 3 + 7/2ഉം 4 + 10/2 ആണ് ഇതിന്റെ ആൻസർ. മിഡ് പോയിന്റ് മധ്യബിന്ദു. മക്കളെ ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. അംശബന്ധം അഥവാ റേഷ്യോ. ചിലപ്പോൾ ഈ ചോദ്യം മധ്യബിന്ദുവിന് പകരം എന്ത് തരും, ഇവിടുത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ വയ്ക്കും. അപ്പൊ ഈ കാണുന്ന റേഷ്യോ അംശബന്ധം m:n ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് m × x2. മാറിപ്പോരുത്, ഒന്ന് പഠിച്ചാൽ മതി. + n × x1 / m + n. ഈ സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. m × y2 + n × y1 / m + n. അങ്ങനെ ഇത്ര പഠിച്ചാൽ റേഷ്യോ അഥവാ അംശബന്ധുവായി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലേക്ക് അടുക്കാൻ പോവാണ്. ഒരു വരയുടെ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മക്കൾ, എഴുതി വെച്ചോളൂ. സ്ലോപ്പ് കാണാൻ ചോദ്യപേപ്പറിൽ 100% ഒരു ചോദ്യം ഉണ്ടാവും. ഇതില്ലാതെ ചോദ്യപേപ്പർ കണ്ടിട്ടില്ല. അതെങ്ങനെ ചോദിക്കുക വെച്ചാൽ 2 ബിന്ദുക്കൾ തരും, ഇതേപോലെ 2 പോയിന്റ്. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് ചെരിവ് എത്ര, ഒന്നുമില്ല, y തമ്മിലുള്ള ഡിഫറൻസ് ബൈ x തമ്മിലുള്ള ഡിഫറൻസ് y2 - y1 / x2 - x1. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വരയുടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇത് എന്തായാലും ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഒരു വര തന്നിട്ട് അതിന്റെ സമവാക്യം കാണാൻ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും x, y. അപ്പൊ ഇതിന്റെ ചെരിവുകൾ ഈക്വൽ ആണ് എങ്കിൽ y - ഈക്വൽ ആണ്, ഒരു വരയിലെ പോയിന്റുകൾ എല്ലാം ഈക്വൽ ആണ്, ചെരിവ് തുല്യമായിരിക്കും. y - y1 / x - x1 = y2 - y1 / x2 - x1. ചെരിവ് തുല്യമാണ്. 3 പോയിന്റ് ഒരേ വരയിലാണെങ്കിൽ ചെരിവ് തുല്യമാണ്. സോ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. വേറെ ഒന്നും നോക്കണ്ട. y - y1 / x - x1 = y2 - y1 / x2 - x1. നിങ്ങൾക്കറിയാം ഇതെന്താണ്, ചെരിവാണ്. ചെരിവിന് നമ്മൾ m എന്നാണ് ഡിനോട്ട് ചെയ്യാനുള്ളത്, m. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷന്റെ സ്ഥാനത്ത് m കൊടുക്കാം. വേണമെങ്കിൽ ഈ അടിയിലുള്ള
എക്സ് മൈനസ് എക്സ് വൺ ഈക്വട്ടിന് അങ്ങോട്ട് ഉണ്ടായാൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് പഠിക്കാനാണ്. ഏത് പഠിച്ചാലും നോ പ്രോബ്ലം, എല്ലാം സെയിം ആണ്, എല്ലാം ടോപ്പിക് ആണ്. ഇനി ഒറ്റ ഇക്വേഷൻ കൂടി ഉണ്ട്, സർക്കിൾ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ സമവാക്യം അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ചോദ്യത്തിൽ ഈ രണ്ട് കാര്യം ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ കഴിയില്ല. വൃത്തത്തിന്റെ സെന്റർ അഥവാ കേന്ദ്രം, അതിന് നമ്മൾ എക്സ് കോമ വൈ എന്ന് ഇടുകയാണെങ്കിൽ ഇതിനെ ചില ആൾക്കാർ എച്ച് കോമ കെ എന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എ കോമ ബി എന്ന് ഇടാം. ഇത് വേണ്ട, സെന്റർ നമുക്ക് എ കോമ ബി എന്ന് ഇടാം. ശ്രദ്ധിച്ചോ, മാറിപ്പോയത്. സെന്റർ നമുക്ക് എ കോമ ബി എന്ന് ഇടാം. സെന്റർ എപ്പോഴും സർക്കിളിൽ ഏതൊരു പോയിന്റ് എടുത്താലും അത് എക്സ് കോമ വൈ ആയിരിക്കും. സർക്കിളിൽ ഏതൊരു പോയിന്റ് എടുത്താലും. സോ ഇനി ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, എക്സ് മൈനസ് സെന്റർ എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെന്റർ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബാങ്ക് കൊടുക്കാൻ 6:30 അതാട്ടോ, സോറി. ഓക്കെ, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് നോമ്പ് തുറക്കണല്ലേ അല്ലേ. ഓക്കെ മക്കളെ, ബോർ അടിക്കില്ലല്ലോ, ബോർ അടിച്ചാലും വേണ്ടില്ല, തിരിച്ചടിച്ചുകൊണ്ട് പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസിന്റെ സ്ക്വയർ. വെരി ഇമ്പോർട്ടന്റ്, ഇത് പഠിക്കാതെ പോകരുത്. ആ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ അഥവാ ആധാരബിന്ദു ആണെങ്കിൽ എയും ബിയും 0 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസ് നിങ്ങൾ എന്താക്കി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രണ്ട് ടോപ്പിക് മക്കളെ ശ്രദ്ധിച്ചോളൂ. പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ നിങ്ങളുടെ നിർബന്ധമായിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കാണണം കേട്ടോ, അല്ലേ ചെയ്യൂലേ, കമന്റ് ബോക്സിൽ ശ്രദ്ധിച്ചോ. ഇത് ഘടകമാണ് എങ്കിൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുക, പരിഹാരം മൈനസ് എ മൈനസ് ബി. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് 3യും മക്കളെ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിന്റെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് കണ്ടുപിടിച്ചോന്ന് വിചാരിച്ചോ, ബി സ്ക്വയർ മൈനസ് 4ac/2a. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടി? 2 3 ആണ് അതിന്റെ ഉത്തരം. എക്സ് ഈക്വൽ ടു 2 3. ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരം കിട്ടും. ഈ കിട്ടിയ ഉത്തരത്തെയാണ് നമ്മൾ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുക. സൊല്യൂഷൻ അഥവാ പരിഹാരം. അതായത് എക്സിന്റെ സ്ഥാനത്ത് ഈ 2 കൊടുത്താലും എക്സിന്റെ സ്ഥാനത്ത് ഈ 3 കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താലും 3 കൊടുത്താലും ഉത്തരം കിട്ടുന്നത് 0 ആയിരിക്കും. സോ ഈ കാണുന്ന ബഹുപദത്തിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം കിട്ടിയാൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് മൈനസ് എ ഇതിന്റെ ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. 2a എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആണ്. ഇത് വെച്ചോ, ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ 2 3 സൊല്യൂഷൻ ആണെങ്കിൽ പി ഓഫ് 2 ഈക്വൽ ടു 0, പി ഓഫ് 3 ഈക്വൽ ടു 0. ഇത് ഓക്കെ ആണല്ലോ മകളെ. ഇതിന്റെ ഘടകം ആണ്. ഇതിനെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, എക്സ് ഇട്ട് കൊടുക്കുക. എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 3യും ഇതിന്റെ ഘടകമാണ് അഥവാ ഫാക്ടർ ആണ്. അഥവാ ഇതും തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരാണിത്. അപ്പൊ സംഭവത്തിലേ ഉള്ളൂ, സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഥവാ പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം ഇട്ടിട്ട് എക്സ് ഇട്ട് കൊടുത്താൽ എന്തായി? ഫാക്ടറായി അഥവാ ഘടകമായി. ഈ സൊല്യൂഷനെ പി ഓഫ് 2 കൊടുത്താൽ എന്ത് കിട്ടും? 0 കിട്ടും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മൈനസ് 2 3യും സൊല്യൂഷൻ ആണ്, പരിഹാരമാണെങ്കിൽ പി ഓഫ് മൈനസ് 2 ഈക്വൽ ടു 0 ആയിരിക്കും, പി ഓഫ് 3 ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇതിന്റെ ഘടകമായിരിക്കും, ഫാക്ടേഴ്സ്. എക്സ് പ്ലസ് 2 എക്സ് മൈനസ് 3 ഇതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും, ഘടകമായിരിക്കും. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇതേ പഠിക്കാനുള്ളൂ. ഇത് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0 ദെൻ എ എന്ന് പറയുന്നത് സൊല്യൂഷൻ അഥവാ പരിഹാരമാണ്. എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. ഇത്രയും പഠിക്കാനുള്ളൂ മെയിൻ ആയിട്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രോബ്ലം മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. കണ്ടോ, പി ഓഫ് എ ഈക്വൽ ടു 0, പി ഓഫ് ബി ഈക്വൽ ടു 0. സോ എയും ബിയും സൊല്യൂഷൻ, പരിഹാരം. എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും ഘടകമാണ്. ഈ ഒറ്റ കാര്യം പഠിക്കാനുള്ളത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ, സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. മീൻ അഥവാ മാധ്യം. ഇപ്പൊ കുറച്ച് നമ്പർ എന്നിട്ട് അതിന്റെ മീൻ മാധ്യം കാണാൻ പറഞ്ഞാൽ എല്ലാം കൂട്ടുക, ആകെ എണ്ണ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ശരാശരി എന്നൊക്കെ പറയും. മീഡിയൻ അഥവാ മധ്യമമാണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ തന്നിരിക്കുന്ന വിവരത്തെ എല്ലാം അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അഥവാ ഫോർ എക്സാമ്പിൾ 2 3 8 4 ഇതാണ് തന്ന കുട്ടിക. 2 3 8 4 5. ഇവിടെ ആകെ 5 എണ്ണ ഉള്ളത്. അപ്പൊ ആദ്യം ഏറ്റവും ചെറിയ നമ്പർ, പിന്നെ അതിന്റെ തൊട്ട് 9, പിന്നെ 4 5 8. എന്നിട്ട് ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഒരു മധ്യബിന്ദു ഉണ്ടാവുമല്ലോ. എത്രാമത്തേക്കും? ഇപ്പൊ ഇവിടെ 5 എണ്ണ ഉള്ളത്. അപ്പൊ 5നോട് 1 കൂട്ടുക, പകുതി. മൂന്നാമത്തെ ആയിരിക്കും മധ്യബിന്ദു ഉണ്ടാവുക. സോ ഈ മൂന്നാമത്തേതാണ് ഇതിന്റെ മീഡിയൻ അഥവാ മധ്യമം. ഇനി ഇതേ ക്വസ്റ്റ്യൻ 2 3 8 4 4 എണ്ണ ആണെങ്കിലോ നിങ്ങൾ ഓർഡറിൽ എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇവിടെ n 4 ആണ്. അപ്പൊ ഇവിടെ 2 മധ്യബിന്ദു ഉണ്ടാവും. മധ്യബിന്ദു അല്ല 2. എന്നിട്ട് അത് 2 കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതിയാണ് എടുക്കട്ടെ. ഇത്രേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ കേട്ടോ.
ഓക്കെ, ചാപ്റ്റർ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഐഡിയകൾ ഇത്രേ ഉള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കി കഴിഞ്ഞു? ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഷാഹിദ് റംസാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വൃത്തിയിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊന്ന് അയച്ചാൽ മതി. നമുക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൽ എന്താക്കാം, നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും പറയാണ്, ഞാനും നിങ്ങളൊക്കെ എടുക്കുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഏകദേശം 45 മിനിറ്റോളം ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങൾ പഠിക്കുന്ന കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ എല്ലാവരും അടിപൊളിയാക്കാം. വിഷ് ഓൾ ദ ബെസ്റ്റ്. ബൈ.